പ്രിയ നിറഞ്ഞവരെ, ബൈബിൾ പഠന പാരായണത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 53-ാം ദിനം. സംഖ്യയുടെ പുസ്തകം 2-ാം അധ്യായവും നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായവും സങ്കീർത്തനം 85-ാം അധ്യായവുമാണ് നാം ഇന്ന് വായിച്ച് വിചിന്തനം ചെയ്യുന്നത്. സംഖ്യയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സമാഗമ കൂടാരത്തിന് ചുറ്റിലുമായി 12 ഗോത്രങ്ങൾ പാളയമടിക്കേണ്ട വിധം കർത്താവ് മോശയോട് കൽപ്പിക്കുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഈ 12 ഗോത്രങ്ങൾ പാളയമടിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് ഒരു ഐഡൻറ്റിറ്റിയും ക്രമവും നൽകുന്ന വചനഭാഗമാണിത്. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായ സമാഗമ കൂടാരമാണ് അവരുടെ ക്രമത്തിൻ്റെയും ഐഡൻറ്റിറ്റിയുടെയും സെൻറ്റർ, കേന്ദ്രം. പ്രിയ നിറഞ്ഞവരെ, ഈ 2-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവജനമായ നാം വിശുദ്ധ കുർബാനയുടെ, ദൈവ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും സജീവമായ അടയാളമായ വിശുദ്ധ കുർബാനയുടെ ചുറ്റും പാളയമടിച്ച് ദൈവരാജ്യം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യേണ്ട സഭാമക്കളാണ് നാം ഏവരുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പാളയമടിക്കുന്ന ക്രമം വിവരിക്കുമ്പോൾ ആദ്യം വരുന്നത് യൂദാ ഗോത്രമാണ്. യാക്കോബിൻ്റെ മക്കളിൽ 4-ാമനാണ് യൂദാ. പക്ഷേ യൂദായുടെ പ്രാധാന്യം ഇവിടെ ഉയർത്തി കാണിക്കുന്നുണ്ട്. യൂദാ വംശത്തിൽ നിന്നാണ് യേശു ജനിക്കുന്നത്. യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. നമ്മുടെ ഓരോ ദിനത്തിൻ്റെയും ആരംഭം സ്തുതിയിൽ നിന്ന് തുടങ്ങുമ്പോൾ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ സ്തുതിയുടെ, കൃതജ്ഞതയുടെ കൂദാശ. അപ്പോൾ നമ്മുടെ ഓരോ ദിനവും സ്തുതിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ലക്ഷ്യവും ഫലമണിയുമെന്ന് മനോഹരമായി ഈ ഒരു പാളയമടിക്കുന്ന ക്രമത്തിലൂടെ ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ സീനായി മലയിൽ നിന്ന് പുറപ്പെട്ടത് മുതലുള്ള സംഭവങ്ങൾ മോശ വിവരിക്കുന്ന വാക്യങ്ങളാണ്. നിയമാവർത്തനം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ മോശയുടെ പ്രബോധനങ്ങളും ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അവലോകനവും ആ ബന്ധം ഭദ്രമാക്കാനുള്ള ആഹ്വാനവുമാണ് നമ്മൾ കാണുന്നത്. നിയമാവർത്തനം 2-ാം അധ്യായത്തിൽ കാദിഷിൽ നിന്നുള്ള യാത്രയെ സൂചിപ്പിക്കുന്നു. യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ്. ഈ യാത്രയിൽ സേറിൽ താമസിക്കുന്ന ഏസാവിൻ്റെ മക്കളുമായി കലഹിക്കരുത് എന്ന് ദൈവം പ്രത്യേകമായി മോശയോട് ആവശ്യപ്പെടുന്നുണ്ട്. 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനതയെ നയിച്ച ദൈവത്തിന്, ഇസ്രായേൽ ജനതയെ കാത്തുപരിപാലിച്ച ആ കർത്താവിന് മോശ നന്ദി പറയുന്ന വാക്യങ്ങളും ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. സെയറിൽ നിന്ന് യാത്ര ചെയ്ത് മോവാബ് മരുഭൂമിയിൽ ഇസ്രായേൽ ജനം എത്തിച്ചേരുമ്പോൾ മോവാബ്യരുമായി യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് കർത്താവ് മോശയോട് കൽപ്പിക്കുന്നു. കാരണം അവർ ലോത്തിൻ്റെ മക്കളാണ്. എന്നാൽ സീഹോൻ്റെ രാജ്യത്തെ കീഴടക്കാൻ കർത്താവ് അനുവദിക്കുകയും ചെയ്യുന്നു. 85-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, അങ്ങയുടെ കോപത്തിൽ നിന്ന് പിന്മാറി കാരുണ്യം കാണിക്കണമേ എന്നും രക്ഷ പ്രദാനം ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. തന്നിലേക്ക് തിരിയുന്നവർക്ക് സമാധാനവും തന്നെ ഭയപ്പെടുന്നവർക്ക് രക്ഷയും പ്രദാനം ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കുന്ന സങ്കീർത്തകനെ നമ്മളിവിടെ കാണുകയാണ്. കർത്താവ് നന്മ പ്രദാനം ചെയ്യും, ദേശത്ത് ധാരാളം വിളവ് സമൃദ്ധമായി ഉണ്ടാവുകയും ചെയ്യുമെന്ന് സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, ഇന്നത്തെ ഈ വചന വായനയിലൂടെ നമുക്ക് ദൈവം നൽകുന്ന സന്ദേശത്തെ മനസ്സിൽ ധ്യാനിക്കാം. വിശുദ്ധ കുർബാനയാകുന്ന ദൈവ സാന്നിധ്യത്തിൽ സമാഗമ കൂടാരത്തിന് ചുറ്റും പാളയമടിച്ചുകൊണ്ട് ദൈവസ്തുതികൾ നിരന്തരം അനുദിനം അർപ്പിക്കുന്ന മക്കളായി മാറി കർത്താവിൻ്റെ രക്ഷയും കാരുണ്യവും സ്വന്തമാക്കി കർത്താവിലേക്ക് തിരിഞ്ഞ് സമാധാനവും കർത്താവിനെ ഭയപ്പെട്ട് രക്ഷയും അനുഭവിക്കുന്ന ജനമായും തീരുവാനുള്ള
ഒരു ആഹ്വാനം ഇന്നത്തെ വചനഭാഗം നമുക്ക് നൽകുന്നു. അധ്യായം 2. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോട് കൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളം ഉറപ്പിക്കുകയും വേണം. അമ്മിനാദാബിന്റെ മകൻ നഹ്ഷോന്റെ നേതൃത്വത്തിലുള്ള യൂദാഗോത്രം സൂര്യനുദിക്കുന്ന കിഴക്കുദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 74,600 പേർ. അതിനടുത്ത് സുവാറിന്റെ മകൻ നെഥാനേലിന്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം, അവന്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹേലോന്റെ പുത്രൻ എലിയാബിന്റെ നേതൃത്വത്തിലുള്ള സെബുലൂൻ ഗോത്രം, അവന്റെ സൈന്യത്തിൽ 57,400 പേർ. യൂദായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ഷെദയൂറിന്റെ മകൻ എലിസൂറിന്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്കുഭാഗത്ത് പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 46,500 പേർ. അതിനടുത്ത് സുരിഷദായിയുടെ പുത്രൻ ഷെലൂമിയേലിന്റെ നേതൃത്വത്തിലുള്ള ശിമയോൻ ഗോത്രം, അവന്റെ സൈന്യത്തിൽ 59,300 പേർ. അതിനപ്പുറം റവുവേലിന്റെ പുത്രൻ എലിയാസാഫിന്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം, അവന്റെ സൈന്യത്തിൽ 45,650 പേർ. റൂബൻ പാളയത്തിലാകെ 1,81,450 പേർ. അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരമടിക്കുമ്പോൾ എന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. അമ്മിഹൂദിന്റെ മകൻ എലിഷാമയുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം. അവന്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനടുത്ത് പെദസൂറിന്റെ പുത്രൻ ഗമാലിയേലിന്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം, അവന്റെ സൈന്യത്തിൽ 32,200 പേർ. അതിനപ്പുറം ഗിദയോനിയുടെ പുത്രൻ അബിദാന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം, അവന്റെ സൈന്യത്തിൽ 35,400 പേർ. എഫ്രായിം പാളയത്തിലാകെ 1,80,100 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസറിന്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്കുഭാഗത്ത് പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 60,700 പേർ. അതിനടുത്ത് ഒക്രാന്റെ മകൻ പഗിയേലിന്റെ നേതൃത്വത്തിലുള്ള ആഷേർ ഗോത്രം, അവന്റെ സൈന്യത്തിൽ 41,500 പേർ. അതിനപ്പുറം ഏനാന്റെ മകൻ അഹീറയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം, അവന്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിന്റെ പാളയത്തിലാകെ 1,57,600 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമമനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ 6,03,550. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവുമനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു. അധ്യായം 2. കർത്താവിനോട് കൽപ്പിച്ച പ്രകാരം നമ്മൾ തിരിച്ച് ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. അനേകം ദിവസം നമ്മൾ സേർമലയ്ക്ക് ചുറ്റും നടന്നു. അപ്പോൾ കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നതു മതി. വടക്കോട്ട് തിരിയുവിൻ. ജനത്തോട് കൽപ്പിക്കുക, സെയറിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ അതിർത്തിയിലൂടെ നിങ്ങൾ കടന്നുപോകാൻ തുടങ്ങുകയാണ്. അവർക്ക് നിങ്ങളെ ഭയമായിരിക്കും. എങ്കിലും നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. അവരുമായി കലഹിക്കരുത്. ഏസാവിന് സെയീർ മല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാലുകുത്തുന്നതിന് വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരുകയില്ല. നിങ്ങൾക്കാവശ്യമായ ആഹാരം അവരിൽ നിന്ന് വില കൊടുത്തു വാങ്ങണം. കുടിക്കുവാനുള്ള വെള്ളം പോലും വിലയ്ക്ക് വാങ്ങണം.
എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. അവിടുന്ന് 40 സംവത്സരവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും കുറവുണ്ടായില്ല. അതിനാൽ സെയറിൽ താമസിക്കുന്ന ഏസാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരരെ കടന്ന് ഏലാത്തിൽ നിന്നും യെസിയോൻ ഗേബറിൽ നിന്നുമുള്ള അരാബ വഴിയിലൂടെ യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ തിരിഞ്ഞ് മോവാബ് മരുഭൂമിയിലേക്ക് നീങ്ങി. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മോവാബിരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത കാട്ടി യുദ്ധത്തിനൊരുമ്പെടുകയോ അരുത്. അവരുടെ രാജ്യത്തിൽ നിന്ന് അല്പം പോലും നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരുകയില്ല. എന്തെന്നാൽ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നതാണ് ആർ ദേശം. പണ്ട് ഏമ്യർ അവിടെ താമസിച്ചിരുന്നു. അനാക്കിമിനെ പോലെ വലുതും മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ഒരു ജനതയായിരുന്നു അവർ. അനാക്കിം വംശജരെ പോലെ അവരും റഫായിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും മോവാബ്യർ അവരെ ഏമ്യർ എന്നാണ് വിളിക്കുന്നത്. ഹോര്യരും പണ്ട് സെയറിൽ താമസിച്ചിരുന്നു. എന്നാൽ ഏസാവിൻ്റെ മക്കൾ അവരുടെ രാജ്യം കൈയടക്കുകയും അവരെ നശിപ്പിച്ച് അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. കർത്താവ് തങ്ങൾക്ക് അവകാശമായി നൽകിയ രാജ്യത്ത് ഇസ്രായേല്യർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് സെറദരുവി കടക്കുവിൻ. അതനുസരിച്ച് നാം സെറദരുവി കടന്നു. നാം കാദഷ് ബർണയായിൽ നിന്ന് പുറപ്പെട്ട് സെറദരുവി കടക്കുന്നതുവരെ സഞ്ചരിച്ച കാലം 38 വർഷമാണ്. അതിനിടയിൽ കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു. എന്തെന്നാൽ അവർ പൂർണ്ണമായി നശിക്കുന്നതുവരെ കർത്താവിൻ്റെ കരം പാളയത്തിൽ വച്ച് അവരുടെ മേൽ പതിച്ചു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇന്ന് ആർ പട്ടണത്തിൽ വെച്ച് നീ മോവാബിന്റെ അതിർത്തി കടക്കാൻ പോവുകയാണ്. നീ അമ്മോന്റെ മക്കളുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത പുലർത്തുകയോ വരുത്. എന്തെന്നാൽ അമ്മോന്റെ മക്കളുടെ ദേശത്ത് യാതൊരവകാശവും ഞാൻ നിനക്ക് തരുകയില്ല. കാരണം അത് ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തതാണ്. അതും റഫായിമിന്റെ രാജ്യമെന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് റഫായിം അവിടെ താമസിച്ചിരുന്നു. അമ്മോന്യർ അവരെ സാസുമ്മി എന്ന് വിളിക്കുന്നു. അനാക്കിമിനെ പോലെ മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ജനതയായിരുന്നു അത്. പക്ഷേ കർത്താവ് അമോന്യരുടെ മുൻപിൽ നിന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. അവർ ആ രാജ്യം കൈയടക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. സെയറിൽ താമസിക്കുന്ന ഏസാവിൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ചെയ്തതുപോലെയാണിത്. അവിടുന്ന് ഹോര്യരെ അവരുടെ മുൻപിൽ നിന്ന് നശിപ്പിക്കുകയും അങ്ങനെ അവർ ആ ദേശം കൈവശമാക്കുകയും ചെയ്തു. ഇന്നും അവർ അവിടെ പാർക്കുന്നു. അവിയമ്യരാകട്ടെ ഗാസ വരെയുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നു. എന്നാൽ കഫത്തോറിൽ നിന്ന് വന്ന കഫ്തോര്യർ അവരെ നശിപ്പിക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. എഴുന്നേറ്റ് പുറപ്പെടുവിൻ, അർണോൺ അരുവി കടക്കുവിൻ. ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോനെയും അവന്റെ രാജ്യത്തെയും ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. പടവെട്ടി പിടിച്ചടക്കാൻ തുടങ്ങുവിൻ. ഇന്ന് ഞാൻ ആകാശത്തിൻ കീഴിലുള്ള സകല ജനങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഭയവും പരിഭ്രമവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറയ്ക്കുകയും നിങ്ങളുടെ മുൻപിൽ വിറങ്ങലിക്കുകയും ചെയ്യും. അപ്രകാരം ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സീഹോന്റെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ രാജ്യത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊള്ളട്ടെ. വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. ഇടം വലം തിരിയുകയില്ല. ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാം. കാൽനടയായി കടന്നുപോകാൻ മാത്രം അനുവദിച്ചാൽ മതി. സെയറിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളും ആറിൽ താമസിക്കുന്ന മോവാബ്യരും എനിക്ക് വേണ്ടി ചെയ്തതുപോലെ ജോർദാൻ അക്കരെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്തേക്ക് കടന്നുപോകാൻ ഞങ്ങളെ അനുവദിക്കണം. എന്നാൽ ഹെഷ്ബോണിലെ രാജാവായ സീഹോൻ
തൻ്റെ ദേശത്തിലൂടെ കടന്നുപോകാൻ നമ്മെ അനുവദിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് അവൻ്റെ മനസ്സ് കഠിനമാക്കുകയും ഹൃദയം കർക്കശമാക്കുകയും ചെയ്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇതാ, സീഹോനെയും അവന്റെ ദേശത്തെയും ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. അവന്റെ രാജ്യം പിടിച്ചടക്കി സ്വന്തമാക്കാൻ ആരംഭിച്ചു കൊള്ളുക. പിന്നീട് സീഹോനും അവന്റെ ജനമൊക്കെയും കൂടെ നമുക്കെതിരായി യാഹാസിൽ വെച്ച് യുദ്ധത്തിന് വന്നു. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. അവനെയും മക്കളെയും അവന്റെ ജനത്തെയും നാം തോൽപ്പിച്ചു. അവന്റെ സകല പട്ടണങ്ങളും നാം പിടിച്ചടക്കി. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും വധിച്ചു. ആരും അവശേഷിച്ചില്ല. കന്നുകാലികളും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ മറ്റു കൊള്ള വസ്തുക്കളും മാത്രം നമ്മൾ എടുത്തു. അർണോൻ അരുവിക്കരയിലുള്ള അരോവീർ പട്ടണവും അരുവിയുടെ താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലയാദ് വരെ നമുക്ക് പിടിച്ചടക്കാനാവാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. യാബോക്ക് നദിയുടെ തീരങ്ങളും മലനാട്ടിലെ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമോന്യരുടെ രാജ്യത്തേക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കിയിരുന്ന ഒന്നിലേക്കും നിങ്ങൾ പ്രവേശിച്ചില്ല. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കുന്ന, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുന്ന ഒരു ലോകത്തെ സ്വപ്നം കാണാൻ സങ്കീർത്തകന് കഴിഞ്ഞു. 85-ാം സങ്കീർത്തനം ആലപിച്ച് നമുക്ക് ശുഭാപ്തി വിശ്വാസമുള്ളവരാകാം. ജനത്തിൻ്റെ അകൃത്യം അങ്ങു മറന്നു, അവരുടെ പാപം അവിടുന്നു ക്ഷമിച്ചു. അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു. തീക്ഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. പരിത്യജിക്കണമേ. അങ്ങ് എന്നേക്കും ഞങ്ങളോടുകൂടെ
ഞാൻ കേൾക്കും. അവിടുന്നു തന്റെ ജനത്തിനു സമാധാനമരുളും. ഹൃദയപൂർവം തന്നിലേക്കു തിരിയുന്ന തന്റെ വിശുദ്ധർക്കു തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്കു രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്തു കുടികൊള്ളും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തു നിന്നു ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവു നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടുത്തേക്കു വഴി